ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ വബഅദ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച കിതാബ് സക്കാത്തിൽ രണ്ട് ഹദീസുകളാണ് ഇവിടെ മനസ്സിലാക്കിയത് അല്ലേ. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസും മറ്റൊന്ന് അനസ് റളിയല്ലാഹു തആല നിന്നുള്ള ഹദീസും. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഹദീസിൽ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി യമനിലേക്ക് അയച്ചപ്പോൾ നൽകിയ നിർദ്ദേശം സക്കാത്തിൻ്റെ വിഷയത്തിൽ അതാണ് അടിസ്ഥാനം. അനസ് റളിയല്ലാഹുവിൻ്റെ ഹദീസ്, അനസ് റളിയല്ലാഹുവിന് അബൂബക്കർ റളിയല്ലാഹു യമനിൽ ബഹ്റൈനിലേക്ക് സക്കാത്ത് പിരിക്കാൻ അയച്ചപ്പോൾ എഴുതി അയച്ച കത്ത് മനസ്സിലായില്ലേ, അതാണ് ഇവിടെ വിശദീകരിച്ചത്, നമുക്ക് വായിക്കാനുണ്ട്. ഇന്ന് ഏതാനും ഹദീസുകൾ പെട്ടെന്ന് വായിച്ച് അർത്ഥം പറഞ്ഞു പോവാം. ഒന്നാമത്തെ ഹദീസ് മുആദിൽ നിന്നല്ലേ. വഅൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു أن النبي صلى الله عليه وسلم بعثه إلى اليمن فأمره أن يأخذ من كل 30 بقرة تبيعا أو تبيعة ومن كل 40 مسنة ومن كل حالم دينارا أو عدله معافريا. عدله معافري ولا معافري؟ معافريا. معافريا അല്ലേ അല്ല, എല്ലിലും മൂന്ന് മസാജിദ് വസ്നാണ് വരിക. മാഫിരി അത് എന്തായാലും മാഫിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യമനിലെ ഹമദാനിൽ അടുത്തുള്ള ഒരു ഗോത്രാണ്. ആ ഗോത്രക്കാർ നെയ്യുന്ന വസ്ത്രത്തിന് അവിടെ പറഞ്ഞത് മാഫിരി വസ്ത്രം എന്ന് അതിന് പറയാം. മുആഫിരി മസാജിദ് എന്ന വായനയാണ് മാഫിരിക്കുള്ളത്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിവേദനം അല്ലേ. വാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം. എന്താ ഹദീസ്? അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഅസഹു, അദ്ദേഹത്തെ നിയോഗിച്ചു, യമനിലേക്ക്. ഫഅമറഹു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് കൽപ്പിച്ചു, അയ്യഖുദ മിൻ കുല്ലി 30 ബഖറതൻ, അയ്യഖുദ, അദ്ദേഹം സ്വീകരിക്കുവാൻ, മിൻ കുല്ലി 30 ബഖറതൻ, എല്ലാ ഓരോ 30 പശുക്കളിൽ നിന്നും സ്വീകരിക്കാൻ കൽപ്പിച്ചു. തബീഅൻ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് പ്രായമായ പശുക്കിടാവ്, പശുക്കുട്ടി. അത് പശുക്കുട്ടി പറഞ്ഞാൽ പശുക്കുട്ടി ആണ് കിടാവ് ആണ്. ഔ തബീഅത്തൻ, അല്ലെങ്കിൽ പശുക്കുട്ടി പെൺകിടാവ്, പെൺകിടാവ്. തബീ എന്ന് പറഞ്ഞാൽ 1 വയസ്സായ ചെറിയ കാളക്കുട്ടിക്ക് പറയാം. തബീ എന്ന് പറഞ്ഞാൽ 1 വയസ്സ് തികഞ്ഞ പിന്നെ പശുക്കുട്ടി, ചെറിയ കുട്ടി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒട്ടകങ്ങളുടെ സക്കാത്ത പറഞ്ഞത്, ആടിൻ്റെയും ഒട്ടകം, ആട്. ഇത് പശുവിൻ്റെ വിഷയം. വമിൻകുല്ലി 40 മുസിന്നത്തൻ, വമിൻകുല്ലി 40, എല്ലാ 40 പശുക്കൾക്കും, വമിൻകുല്ലി 40, എല്ലാ ഓരോ 40 പശുക്കൾക്കും, മുസിന്നത്തൻ എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികഞ്ഞ് 3ലേക്ക് പ്രവേശിച്ചത്, 2 വയസ്സ് തികഞ്ഞ പശു. ഹാലിം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയ വ്യക്തിക്ക് പറയാം ഹാലിം. ഇവിടെ ഉദ്ദേശം അമുസ്ലിമായ പ്രായപൂർത്തിയായ വ്യക്തി. വമിൻകുല്ലി ഹാലിമിൻ, അവിടെയുള്ള അമുസ്ലിമായ പൗരൻ, പ്രായപൂർത്തി എത്തിയ പൗരൻ, അവനിൽ നിന്ന് വസൂലാക്കാൻ പറഞ്ഞു. വമിൻകുല്ലി ഹാലിമിൻ ദീനാറൻ, ദീനാർ ഒരു സ്വർണ്ണനാണയം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ മആഫിരിയൻ, 1 ദീനാർ, അല്ലെങ്കിൽ ആ ദീനാറിന് ഔ അതിലഹു, തത്തുല്യമായ മആഫിരിയൻ. എന്താ മആഫിരിയൻ? മാഫിരി വസ്ത്രം, മാഫിരി വസ്ത്രം. അത് യമനിലെ ഒരു പ്രത്യേക വസ്ത്രമാണ്. യമനിൽ
അറിയപ്പെട്ടൊരു ഗോത്രമാണ് ഹമദാൻ. ഈ ഹമദാൻ ഗോത്രത്തിൽ മനസ്സിലല്ലേ ഒരു സ്ഥലമാണ് മഹാഫിരി. അവിടെ ഉണ്ടാക്കുന്ന വസ്ത്രത്തിന് മഹാഫിരി വസ്ത്രം എന്ന് പറയും. ഖലാസ്, ഹദീസിന്റെ അർത്ഥം മനസ്സിലായല്ലോ. ഹദീസ് ഇതൊക്കെ ഈ ഹദീസുകളൊക്കെ കുറേ മസാലകളാണ്. ഒന്ന്, ഇപ്പൊ ഈ ഹദീസ് ആർ റിപ്പോർട്ട് ചെയ്ത് നിങ്ങളിൽ റവാഉൽ ഖംസത്തു വഹാദ ലഫ്ദുൽ ലി അഹ്മദ് വഹസനഹു തുർമുദി وأشار إلى خلاف في وصله وصححه الحاكم وابن حبان وصححه ابن حبان والحاكم. طيب ഹദീസിലും മസാലകളാണ്, ഹദീസിന്റെ പിന്നെ സനദുമായി ബന്ധപ്പെട്ട മസാലകളാണ്. ഹദീസിലെ മസാലകൾ നമുക്ക് ആദ്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ചു. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച സംഭവം. അപ്പോൾ അവിടെ യമനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എന്നും ആ പിന്നെ യമൻ്റെ പ്രത്യേകത പലതുകൊണ്ട് സമ്പന്നമാണ് യമൻ. മനസ്സിലല്ലേ? യമൻ പിന്നെ കാലി വിളയിൽ സമ്പന്നമാണ്, മത്സ്യവിളയിൽ സമ്പന്നമാണ്. മനസ്സിലല്ലേ? ഭൂമിശാസ്ത്രപരമായിട്ട് യമൻ സമ്പന്നമാണ്. മനസ്സിലായി? അതേപോലെ തന്നെ യമനിൽ ഇപ്പം ഈ ലോഹങ്ങൾ, അതേപോലെ തന്നെ ഈ ഖനിജ വസ്തുക്കൾ, വിശിഷ്യ ഈ മുത്തുപവിഴങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ യമൻ തന്നെയാണ്. പക്ഷേ യമനെ കൊണ്ടെടുക്കുന്ന ആളുകൾ ആ വിഷയത്തിൽ പ്രാപ്തരല്ലാത്തത് കൊണ്ടാണ് യമനിൽ എന്നും ഈ ഒരു പിന്നെ പിച്ചുചട്ടി എടുക്കേണ്ട ഒരു ദുർഗതി. അള്ളാഹു കാക്കട്ടെ ആവുന്നില്ല. ഏതായാലും യമനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിവൃദ്ധിപ്പെട്ടൊരു നാടായിരുന്നു യമൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് മാതൃക തന്നെ അയച്ചപ്പോൾ അവിടെ ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ സക്കാത്ത് എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആടിൻ്റെ ഒട്ടകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ പശുക്കൾ 30 പശുക്കൾ ആണ് എങ്കിൽ അതിൽ 1 വയസ്സുള്ള തബിയ പിന്നെ കാളക്കുട്ടി തബിയത്തത് അല്ലെങ്കിൽ ഒരു പെൺ പശുക്കിടാവും, പശുക്കുട്ടി തബിയ എന്ന് 1 വയസ്സ് തികഞ്ഞ പശുവിന് പറയുന്നത് തബിയ എന്നുണ്ടെങ്കിൽ പിന്തുടരുക എന്നർത്ഥം. 1 വയസ്സായിരുന്ന പശു കുട്ടി എന്തായിരിക്കും? അതിൻ്റെ മാതാവിനെ തുടർന്ന് ഇങ്ങനെ നടക്കും. അതുകൊണ്ടാണ് ആ പ്രയോഗത്തിൽ നിന്നാണ് തബിയ എന്ന് പറയുന്നത്. ഒമിൻകുല്ലി അൻബഈൻ, ഒരാൾക്ക് 40 പശുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 40 പശുക്കൾ ഇങ്ങനെ 40 ആയിട്ടാണെങ്കിൽ ഓരോ 40-ൽ നിന്നും മുസിന്നത്ത് എന്ന് പറഞ്ഞാൽ 2 വയസ്സ് തികഞ്ഞ അല്ല പിന്നെ അത് പശുക്കുട്ടി മുസിന്നത്ത്. ആ 2-ാം വയസ്സിൽ പല്ല് വരും, പല്ലുള്ളത് എന്നുള്ള. അത് പശുവിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട്. പിന്നെ ഓരോ 30-ലും തബിയ, ഓരോ 40-ലും മുസിന്നത്ത്. അങ്ങനെയാണ് പശുവിൻ്റെ സക്കാത്ത്. മിൻകുല്ലി ഹാലിമിൻ, ഇതുണ്ട് ഈ ഹദീസ് അറിയിക്കണം എന്താണ്? പ്രായപൂർത്തിയെത്തിയ അമുസ്ലിം പൗരന്മാർ. ഇപ്പോൾ യമൻ ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ അമുസ്ലിം പൗരന്മാരുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയുള്ള അമുസ്ലിം പൗരന്മാരായിട്ട് അവർക്ക് നിലനിൽക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ്. അവർ അമുസ്ലിം പൗരന്മാരായിട്ട് അവിടെ തുടരുകയാണ് എങ്കിൽ അവരോട് പറഞ്ഞ് അവർക്ക് സക്കാത്തില്ല. അങ്ങോട്ടുള്ള മുസ്ലിം പൗരന്മാർക്കും ഉണ്ട്, ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, സമ്പത്തുണ്ട്. പക്ഷെ അവർക്ക് എന്തില്ല? സക്കാത്തില്ല. സക്കാത്ത് ആയിരിക്കേ ഉള്ളൂ? പിന്നെ അഗ്നിയായിഹിം, ധനികരിൽ, മുസ്ലിമീങ്ങളുടെ ധനികരിൽ നിന്നാണ് സക്കാത്ത്. അമുസ്ലിം പൗരന്മാർക്ക് എന്തില്ല? സക്കാത്തില്ല. അവർക്ക് വമിൻകുല്ലി ഹാലിമിൻ ദീനാറൻ, ഓരോ പ്രായപൂർത്തിയാക്കിയാണ് ഓരോ ദീനാറാണ് കൊടുക്കേണ്ടത്. ദീനാർ അതാണ് ജിസിയ. അല്ലെങ്കിൽ അദ്ലഹു, ഈ 1 ദീനാറിന് തത്തുല്യമായ മആഫിരി വസ്ത്രം. അത് മുസ്ലിമീങ്ങൾ നൽകുന്ന സക്കാത്തിനെ അപേക്ഷിച്ചിട്ട് വളരെ കുറഞ്ഞ ഒരു തുകയാണ്, വളരെ കുറഞ്ഞൊരു തുകയാണ്. അതിൽ തന്നെയും ഇതിലൊന്ന് ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിന്റെ ഭരണ പരിധിയിലുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചിട്ടില്ല. വാളുപയോഗിച്ചിട്ട് ആളുകളെ ഇസ്ലാമിലേക്ക് റസൂലുള്ള ബലം പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതിൽ തെളിവാണെന്ത്? തൻ്റെ ഗവർണർമാർക്ക് നൽകിയതായി നിർദ്ദേശങ്ങൾ. മനസ്സിലായേ? അവർക്ക് അവരുടെ ആ പൗരത്വത്തിൽ നിൽക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസരം നൽകിയിരുന്നു, സ്വാതന്ത്ര്യം നൽകിയിരുന്നു. പിന്നെ ജിസിയനെ സംബന്ധിച്ചിടത്തോളം ജിസിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ആർക്കാണ് ലഭിച്ചത്? മിൻകുല്ലി ഹാലിമിൻ എന്നാണ്. മിൻകുല്ലി കാഫിരിൻ എന്ന് പറഞ്ഞില്ല.
എല്ലാ അവിശ്വാസികളും പറഞ്ഞില്ല. പിന്നെ കുല്ലി ഹാലി എന്ന് പറഞ്ഞാൽ എന്താ? പ്രായപൂർത്തി എത്തിയ മുസ്ലിം പൗരനാണ്. കുട്ടികൾക്കില്ല. പിന്നെ പ്രായപൂർത്തി എത്തി അധ്വാനിച്ച് സ്വത്ത് കൊള്ളാൻ കഴിവെത്തിയവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തിട്ടുള്ളത്? അവർക്കാണ് അതും ഒരു ദീനാർ എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രം നമ്മൾ നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഏതൊരു വിഭാഗവുമായിട്ടാണ് യുദ്ധം ഉണ്ടായത്, അതായത് യുദ്ധമുണ്ടാകുന്ന സാഹചര്യം യുദ്ധം ചെയ്ത് മുസ്ലിമീങ്ങളോട് തോറ്റ ശത്രുക്കളിൽ നിന്ന് മാത്രമേ ജിസിയ നിർബന്ധാക്കിയിട്ടുള്ളൂ. അവർക്ക് ജിസിയ നിർബന്ധാക്കിയിട്ടുള്ളൂ. അത് കാണാൻ സാധിക്കും. അതാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹത്താ യുഅ്തുൽ ജിസിയത അൻ യദി വഹും സാഗിറൂൻ എന്ന് പറഞ്ഞു. അല്ലാതെ എല്ലാ മുസ്ലിം പൗരന്മാർക്കും ജിസിയ വരെ എന്തായില്ല ഇസ്ലാമിക രാഷ്ട്രം നിർബന്ധാക്കിയിട്ടില്ല. അതേസമയം യുദ്ധത്തിൽ കീഴ്പ്പെട്ട അമുസ്ലിം പൗരന്മാരാണ് എങ്കിൽ അവർക്ക് ജിസിയ നിർബന്ധമാക്കിയതിന് തെളിവ്. അതേസമയം അങ്ങനെയല്ലാതെ ഇസ്ലാമിക രാഷ്ട്രമാണ് അമുസ്ലിം പൗരന്മാരായിട്ട് അവിടെ ഉണ്ട് എങ്കിൽ അവരിൽ വയോധികർ, അതേപോലെ തന്നെ പിന്നെ ശൈശവ പ്രായത്തിലുള്ളവർ, അവരുടെ മേലൊന്നും ജിസിയ മനസ്സിലായില്ലേ ചുമത്തിയെന്ന് കാണാൻ സാധിക്കില്ല. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ വയസ്സായി എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? ജിസിയ വാങ്ങൂല. ചില ചരിത്രങ്ങളിൽ കാണാം ജിസിയ പിന്നെ ഗവൺമെന്റ് വാങ്ങുന്നുവെങ്കിൽ ജിസിയ ഇതിനെ വാങ്ങുന്നത് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തിട്ടാണ്. ഇസ്ലാമിക രാഷ്ട്രം ക്ഷയിച്ച് മുസ്ലിം പൗരന്മാരുടെ സംരക്ഷണം വേണ്ട വിധം നിർവഹിക്കാനാവില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ ജിസിയ വാങ്ങാതെ മനസ്സിലായി അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടത് കാണാൻ സാധിക്കും. മനസ്സിലായി. അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ഇതൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അഹ്ലു ദിമ്മത്തിന ഖബ്ല അഹ്ലി മില്ലത്തിന. അഹ്ലു ദിമ്മത്തിന എന്നാണ് എന്താ? ഞങ്ങളുടെ ദിമ്മത്തിലുള്ള അമുസ്ലിം പൗരന്മാരാണ് ഖബ്ല അഹ്ലി മില്ലത്തിന, ഞങ്ങളുടെ മില്ലത്തിലുള്ള ആളുകളുടെ മുമ്പ് ഞങ്ങൾക്ക് പരിഗണിക്കേണ്ടത്. കാരണം എന്താ? നമ്മളുടെ ദിമ്മത്തിൽ നമ്മൾ മുസ്ലിം പൗരന്മാരെ സംരക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പാലിക്കൽ എന്താണ് നമുക്ക് ബാധ്യതയാണ്. പിന്നെ ചെങ്കിസ് ഖാൻ്റെ സൈനിക പടയോട്ടുണ്ടായി. അങ്ങനെ ചെങ്കിസ് ഖാൻ്റെ മകൻ ഹൂലാക്കോൻ്റെ ശേഷക്കാർ ഇവരുടെ കാലഘട്ടത്തിൽ ബഗ്ദാദൊക്കെ അവർ പിടിച്ചടക്കിയതിന് ശേഷം മുസ്ലിമീങ്ങളുമായിട്ട് ഈ താർത്താരികൾ നടത്തിയ ഈ സംഭാഷണങ്ങളിൽ ഒരു സംഭാഷണത്തിൽ കാണാൻ സാധിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോടൊക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ മില്ലത്തിലുള്ളവരെ കുറിച്ച് സംസാരിച്ച പോലെ നിങ്ങൾ എന്തിനാണ് അമുസ്ലിമീങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? കാരണം അന്ന് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അമുസ്ലിമീങ്ങളുണ്ട്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിനെ പോലുള്ളവർ മുസ്ലിമീങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട, അമുസ്ലിമീങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട, ഇവരുടെ അന്യായങ്ങൾക്കെതിരിൽ, വാർത്താരികളുടെ അന്യായങ്ങൾക്കെതിരിൽ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അമുസ്ലിമീങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? നിങ്ങൾക്ക് മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പോലെ. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ മറുപടിയാണ് അഹ്ലു ദിമ്മത്തിന ഖബ്ല അഹ്ലി മില്ലത്തിന, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദിമ്മത്തിലുള്ളവരെ കുറിച്ചാണ്, ഞങ്ങളുടെ മില്ലത്തിലുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ മുമ്പ് സംസാരിക്കേണ്ടത്. കാരണം എന്താ? ഞങ്ങൾ അവരെ സംരക്ഷിക്കും എന്നുള്ള വാക്യത്തിനാണ് അവർ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ അയൽപക്കം അവർ സ്വീകരിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിലൊക്കെ ഇസ്ലാമികമായിട്ടുള്ളതായ വ്യക്തിത്വം. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മിൻ കുല്ലി ഹാലിമിൻ ദീനാറൻ ഔ അദ്ലഹു മആഫരിയൻ എന്ന് പറയുണ്ടായി. അവിടെ കുറേ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ഭാഗം ഞങ്ങളുടെ നിർത്തിയത് മാത്രം. ഈ ഹദീസ് റവാഹുൽ ഖംസ. ആരാ റവാഹുൽ ഖംസ? ബുഖാരി, അബൂ ദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ് അല്ലേ? ഇതാണ് ഇമാം അഹ്മദിന്റെ ലഫ്ളാണ്. വല്ലഫ്ളു അഹ്മദ്, ഇത് ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ലഫ്ളാണ്. വഹസനഹു തുർമുദി, ഈ ഹദീസിനെ ഇമാം തുർമുദി ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. وأشار الاختلاف وأشار خلافا إلى خلاف في وصله. ഈ ഹദീസ് മുത്തസിലാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായിട്ട് ഇമാം തുർമുദി സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞേ? ഈ ഹദീസ് മുത്തസിലാണ്, അതായത് സനദ് ചേർന്നതാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ആര് സൂചിപ്പിച്ചിട്ടുണ്ട്? ഇമാം തുർമുദി സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇമാം തുർമുദി അതിനെ ഹസൻ എന്ന് പറഞ്ഞത്. പക്ഷേ വസഹഹു അൽ ഹാക്കിം വഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാനും ഹാക്കിമും ഇതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? ഏതാ റാവി പറഞ്ഞാൽ? സഹാബി ആരാ? മുആദാണ്.
മുആദിൽ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മസ്റൂഖാണ്. ഇമാം മസ്റൂഖ് ഇബ്നുൽ അജ്ദ. ഇമാം മസ്റൂഖ് മുആദ് റളിയല്ലാഹുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മുആദ് റളിയല്ലാഹു ഈ ഹദീസ് പറയുമ്പോൾ ഇവിടെ ഉള്ളത് യമനിലാണ്. മസ്റൂഖ് യമനിയാണ്. മസ്റൂഖാരാണ് യമനിയാണ്. മസ്റൂഖ് ഇബ്നുൽ അജ്ദ യമനിയാണ്. മുആദ് മസ്റൂഖിനെ നേരിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലേ? ഇമാം ബുഖാരിയും ഇമാം തുർമുദിയും ഒക്കെ ഏത് അഭിപ്രായക്കാരെന്നോ സമകാലീനനായാൽ പോലെ നേരിട്ട് കാണണം എന്നുള്ള അഭിപ്രായക്കാരാണ്. നേരിട്ട് കാണണം, അപ്പോഴാണ് ഹദീസ് സഹിയാകുള്ളൂ എന്നുള്ള പക്ഷക്കാരാണ് ഇമാം ബുഖാരി, ഇമാം തുർമുദി. ഇമാം മുസ്ലിം അങ്ങനെയല്ല. ഇമാം മുസ്ലിം പറഞ്ഞത് കാണാൻ സാധ്യമാകും വിധമുള്ള സമകാലീനത മതി. രണ്ടാളും യമനിലാണെങ്കിൽ കാണാൻ സാധ്യത ഉണ്ട്, കണ്ടു എന്ന് പറയേണ്ടതില്ല. അതാണ് ഇമാം മുസ്ലിമിന്റെ പക്ഷം. അതുകൊണ്ട് തന്നെ ഇമാം മുസ്ലിം കേവലം ഒരു നാട്ടിലായി എന്നാൽ കാണാൻ സാധ്യതയുടെ ഹദീസ് സഹിയാണ്, മുത്തസിലാണ്, സനദ് മുത്തസിലാണെന്ന് പറയും. ഇമാം ബുഖാരി അങ്ങനെയല്ല. ഇമാം ബുഖാരി ഒരു നാട്ടുകാരായാൽ പറയാം രണ്ടാളും അന്യോന്യം കണ്ടു എന്ന് ഉറപ്പ് വേണം, അപ്പോഴേ ഹദീസ് മുത്തസിൽ എന്ന് വിളിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാണ്ട. ഇതാണ് ഇമാം ബുഖാരിന്റെ പക്ഷം. ആ പക്ഷക്കാരനാണ് ഇമാം തുർമുദി. അതുകൊണ്ടാണ് ഇമാം തുർമുദി ഇതിനെ ഹസനാക്കിയത്, സഹി എന്ന് പറയാതെ. പക്ഷെ കാണാനുള്ള സാധ്യത ഉണ്ട്, കൂടുതലുണ്ട്. മനസ്സിലായില്ലേ? കാരണം മസ്റൂഖ് പിന്നെ അറിയപ്പെട്ട താബി പണ്ഡിതനാണ്. മസ്റൂഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കാരിനെ മോഷ്ടിച്ചു. മസ്റൂഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കപ്പെട്ടതാണ്. ഈ ഇമാം മസ്റൂഖ് ചെറുപ്പകാലത്തും മോഷ്ടിക്കപ്പെട്ടിരുന്നു. കുട്ടിനാരെ മോഷ്ടിച്ചുകൊണ്ടിരുന്നു, പിന്നെ കിട്ടിയതാണ്. കിട്ടിയപ്പോൾ മസ്റൂഖ് എന്നാണ് പേര്. ഏതായാലും അദ്ദേഹം ഇമാമായി. അതാണ് ഒന്നാമത്തെ ഹദീസ്. ഈ രണ്ടാമത്തെ ഹദീസ് പിന്നെ അംറു ബിൻ ശുഐബിന്റെ ഹദീസ് അല്ലേ? وعن عمرو بن شعيب عن أبيه وعن جده عن أبيه عن جده رضي الله تعالى عنهم قال رسول الله صلى الله عليه وسلم تؤخذ صدقات المسلمين على مياههم رواه أحمد ولأبي داود لا تؤخذ صدقاتهم إلا في دورهم. طيب എന്താ പറഞ്ഞത്? لا تؤخذوا ما في مشكلة. لا تؤخذوا ولا تؤخذوا ما في مشكلة. الليلة انت الليلة لا تؤخذ. طيب وعن عمرو بن شعيب عن أبيه عن جده. അംറു ഇബ്നു ശുഐബ് തൻ്റെ പിതാവിൽ നിന്ന്, പിതാവ് തൻ്റെ ജദ്ദിൽ നിന്ന് നിവേദനം. ജദ്ദാണോ ഇല്ലപ്പ? ഇതല്ല അംറു ഇബ്നു ശുഐബ് ഇബ്നു മുഹമ്മദ് ഇബ്നു അബ്ദുള്ള ഇബ്നു അംർ ഇബ്നുൽ ആസ്. ഇതാണ് പറഞ്ഞ ആള്. അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അംർ ഇബ്നു ശുഐബ് അല്ല അൻ അബീഹി, എൻ്റെ വാപ്പാര അംർ ഇബ്നു ശുഐബിൻ്റെ വാപ്പ ശുഐബാണ് അല്ലേ? അൻ അബീഹി അൻ ജദ്ദിഹി. ജദ്ദാര ഷുഐബാണ് എങ്കിൽ ഷുഐബിന്റെ ജദ്ദാരാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസാണ് അല്ലേ? അംറിന്റെ ജദ്ദാണെങ്കിലോ ആരാ? മുഹമ്മദാണ്. മനസ്സിലായ? ഈ അംർ ഇബ്നു ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി എന്നുള്ള ആ സിൽസിലയും ഇനി നമുക്ക് ബഹ്സ് ഇബ്നുൽ ഹക്കീം ഇബ്നു മുആവിയ ഇബ്നു ഹൈദ എന്ന് പറഞ്ഞ റാവി വരും. ആ സിൽസിലയും ഹദീസിൽ ഭയങ്കര ഹദീസിലുണ്ടല്ലോ. ഹദീസ് എന്ന കലയിൽ സനദിൻ്റെ വിഷയത്തിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുള്ളത് ആ സനദ് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ ഞാനത് എഴുതിയെന്ന് മാത്രം. ഏതായാലും ഹദീസ് ഈ അംർ ഇബ്നു ശുഐബിൻ്റെ പ്രത്യേകിച്ച് ഹദീസ് പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. അംർ ഇബ്നു ശുഐബ് തൻ്റെ പിതാവിൽ നിന്നും അദ്ദേഹം തൻ്റെ വല്ലിപ്പയിൽ നിന്നും, ഷുഐബ് വല്ലിപ്പ എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംർ അൽ സഹാബിയാണ്. അതല്ല
അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്നാകുമ്പോൾ അംർ ഇബ്നു ഷുഐബ് തൻ്റെ വല്യാപ്പയിൽ നിന്നാകുമ്പോൾ അത് അംറിലേക്ക് മടങ്ങിയെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിനും അംർ ബിൻ ഹസൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യണം. എന്താ പറഞ്ഞത്? തുഖദ് സദഖാത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സദഖകൾ സ്വീകരിക്കപ്പെടും അലാ മിയാഹിഹിം. അലാ മിയാഹിഹിം എന്നാൽ മിയാഹ് മിയാ എന്ന് പറഞ്ഞാൽ വെള്ളങ്ങളാണ്, വെള്ളം വാർത്തത് അവരുടെ വെള്ളം തടാകത്തിനടുത്ത് വെച്ച് അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മേച്ചൽ സ്ഥലങ്ങളിൽ വെച്ച് എന്നുള്ളത് ഉദ്ദേശം. അതായത് തുഖദ് സദഖാത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സകാത്തുകൾ സ്വീകരിക്കപ്പെടും അലാ മിയാഹിഹിം, അവരുടെ മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്ന്. അതാണ് ഉദ്ദേശം. മേച്ചിൽ സ്ഥലങ്ങളിൽ എന്തുണ്ടാവും? വെള്ളം കുടിക്കാനുള്ള തടാകം ഉണ്ടാവും. അപ്പോൾ കാലി സക്കാത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. കാലികളുടെ സക്കാത്തിൻ്റെ വിഷയമാണ് പറയുന്നത്. അപ്പോൾ കാലികളുടെ സക്കാത്ത് ഉടനെ സ്വീകരിക്കുക. കാലികൾ മേഞ്ഞ് നടന്നിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന ആ സ്ഥലത്ത് വെച്ചാണ്. കാരണം എല്ലാ കാലികളും അവിടെ വരും. അപ്പോൾ കാലികളെ എണ്ണ എടുക്കാനും ഏതൊക്കെയാണ് ആണോ പെണ്ണാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറവുള്ളതാണോ അല്ലേ എന്നൊക്കെ നോക്കാൻ പറ്റും. അത് പറഞ്ഞു. കാരണം പിന്നെ ഗവൺമെൻറ് സക്കാത്ത് പിരിക്കാനുള്ള അങ്ങനെ ചെല്ലുക ചെയ്യുക, എന്നിട്ട് അവിടുന്ന് സ്വീകരിച്ച് വരികയാണ്. അതാണ് ഹദീസ് അറിയിക്കുന്നത്. തുഖദ് സദഖാത്തുൽ മുസ്ലിമീൻ അലാ മിയാഹിഹിം റവാഹു അഹ്മദ് വലി അബീ ദാവൂദ്. ഇമാം അബൂ ദാവൂദിന്റെ റിവായത്തിൽ പ്രകാരമാണ് ലാ തുഖദ് സദഖാത്തുഹും ഇല്ലാ ഫീ ദൂരിഹിം. ലാ തുഖദ് സദഖാത്തുഹും, മുസ്ലിമീങ്ങളുടെ സക്കാത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല ഇല്ലാ ഫീ ദൂരിഹിം, അവരുടെ വീടുകളിൽ വെച്ചല്ലാതെ, അവരുടെ താമസ സ്ഥലങ്ങളിൽ വെച്ചല്ലാതെ. ദൂരിഹി എന്ന് പറഞ്ഞാൽ ഫീ മസാകിനിഹി. രണ്ടും ഒരേ ആശയത്തിൽ തന്നെയാണ്. അതായത് ഒരാൾ നിയമം പറഞ്ഞതല്ല, എൻ്റെ സക്കാത്ത് ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുളച്ചു കൊണ്ടുവരാൻ പാടുള്ളതല്ല ബൈത്തുൽ മാലിലേക്ക്. പിന്നെയോ ബൈത്തുൽ മാലിൻ്റെ ആൾ പോയിട്ട് അവിടെ ഇട്ട് കൊണ്ടുവരാൻ വേണ്ടി. ചിലർക്ക് മാറ്റം വരുന്നുണ്ട്. സക്കാത്ത് ഒരു വഹിക്കാത്ത വിഷയമാണ്. എന്താ ഈ രണ്ട് ഹദീസുകൾ അറിയിക്കണേ? കാലികളുടെ സക്കാത്ത് സ്വീകരിക്കേണ്ടത് എവിടെയാണ്? കാലികൾ മേഞ്ഞ് കൂടണിയുന്ന സ്ഥലത്ത് വെച്ചാൽ, കൂടണിയുന്ന സ്ഥലത്ത് വെച്ചാൽ. അതാണ് ഹദീസ് അറിയിക്കുന്നത്. ഈ ഹദീസ് സഹീഹ് തന്നെ, സ്വീകാര്യമായ ഹദീസാണ്. നേരത്തെ ഹദീസ് അബൂ ഹുറൈറ ഉണ്ടല്ലേ. وعن أبي هريرة رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم ليس على المسلم في عبده ولا فرسه ولا في فرسه ولا في فرسه صدقة. رواه البخاري ولمسلم ليس في العبد صدقة إلا صدقة الفطر. ليس في العبد صدقة إلا صدقة الفطر. طيب അബൂ ഹുറൈറയുടെ ഹദീസ് അറിയിക്കുന്നത് മതങ്ങൾ പറഞ്ഞിട്ട് അറിയിക്കുന്നത് എന്ത് വിഷയ് ലൈസ അലൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ മേലില്ല ഫി അബ്ദിഹി, മുസ്ലിമിൻ്റെ അടിമയിലും വലാ ഫി ഫറസിഹി, അവൻ്റെ കുതിരയിലും സദഖത്തുൻ, സക്കാത്ത്. ഒരു മുസ്ലിമിന് കുതിര ഉണ്ട്, ഒരു മുസ്ലിമിന് അടിമ ഉണ്ട്. ആ അടിമക്കോ കുതിരക്കോ എന്തില്ല? സക്കാത്തില്ല. അത് ബുഖാരിയുടെ റിപ്പോർട്ട്. മുസ്ലിമിൻ്റെ റിപ്പോർട്ട് ലൈസ ഫിൽ അബ്ദി സദഖത്തുൻ, ഒരാൾക്ക് അടിമണ്ട്, ആ അടിമക്ക് എന്തില്ല? സക്കാത്തില്ല. ഇല്ല സദഖത്തുൽ ഫിത്ർ, ഏത് വെച്ച്? സക്കാത്തുൽ ഫിത്ർ വെച്ച്. സക്കാത്തുൽ ഫിത്ർ അടിമക്കും കൊടുക്കണം. ഈ ഹദീസ് അറിയിക്കണത് എന്താ അറിയിക്കുന്നത്? കുതിരക്ക് സക്കാത്തില്ല. അതേപോലെ അടിമക്കും സക്കാത്തില്ല. ഒരാൾക്ക് അടിമകളുണ്ട്, വേലക്കാരായി ജോലിക്കാരായി, അടിമകൾക്ക് സക്കാത്തില്ല. ഒരാൾക്ക് കുതിരകളുണ്ട്, കുതിരകൾക്ക് എന്തില്ല? സക്കാത്തില്ല. സക്കാത്തും സദക്കും ഒരർത്ഥത്തിലാണ്. ഇവിടേക്ക് സദക്ക ഒന്നും കൂടി വിശാലമായ അർത്ഥത്തിൽ വരും. അത് ഇപ്പം ഈ വിഷയത്തിൽ ഇവിടെയല്ല. അത് അപ്പോൾ ഒരാൾക്ക് പിന്നെ ഈ കാലികളിലാണ് സക്കാത്ത്. ബഹീമത്തുൽ അനാമിൽ, കാലികളിൽ ആര് പെടില്ല? കുതിര പെടില്ല. മനസ്സിലായി? കാലികൾ എന്ന് പറഞ്ഞാൽ ആടുകൾ, മാടുകൾ, ഒട്ടകങ്ങളാണ്. അത് വളർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഉദ്ദേശിച്ച് മേഞ്ഞു തിന്നുന്ന കാലികളാണ്.
കുതിരകളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ കുതിര തൻ്റെ ആവശ്യത്തിന് വാഹനം എന്ന നിലക്കൊക്കെയാണ് ഉപയോഗിക്കുക, അല്ലേ? അല്ലെങ്കിൽ മറ്റു ചില ലക്ഷ്യങ്ങൾ, ജിഹാദിന് തുടങ്ങിയ ലക്ഷ്യങ്ങൾക്കാണ് കുതിരകളെ വളർത്തുക. അതുകൊണ്ട് തന്നെ അതിനൊന്നും എന്തില്ല, അതിന് സക്കാത്തില്ല, അടിമക്കും സക്കാത്തില്ല. പക്ഷെ ഒരാൾ കുതിരകൾക്ക് ബിസിനസ് ആണെങ്കിലോ, കച്ചവടം, അപ്പോൾ കച്ചവട ചരക്ക് എന്നുള്ള ആൾക്ക് ഇപ്പോൾ സക്കാത്ത് വരും. മനസ്സിലായില്ലേ? ഹനഫികൾ പിന്നെ കുതിരകൾക്ക് പിന്നെ ഒട്ടകങ്ങളെ പോലെ ആടുകളെ പോലെ സക്കാത്ത് ഉണ്ട് എന്ന വീക്ഷണക്കാരാണ്. യഥാർത്ഥത്തിൽ അവർക്കതിന് തെളിവില്ല. കാരണം എന്താ, ഇത്ര ആടെത്തിയാൽ, ഇത്ര ഒട്ടകം എത്തിയാൽ, ഇത്ര പശു എത്തിയാൽ സക്കാത്ത് കൊടുക്കണം എന്ന് ഹദീസുണ്ട്. എത്ര കുതിരകൾ എത്തിയാൽ സക്കാത്ത് കൊടുക്കണം അതെന്തില്ല, ഹദീസില്ല. അതുകൊണ്ട് തന്നെ കുതിരകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്തില്ല എന്ന് വ്യക്തമായിട്ട് ഹദീസ് അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ വളർത്താൻ എന്തല്ല, ഈ അമ്വാലുൻ നാമിയ എന്ന് പറയും. അമ്വാലുൻ നാമിയ, നമ്മൾ വളർത്തി പോഷിപ്പിക്കുന്ന സ്വത്തിലാണ് എന്ത്, സക്കാത്ത്. മനസ്സിലല്ലേ? അങ്ങനെ ആരും കുതിരകളെ വളർത്തൂല, മറ്റു മൃഗങ്ങളെ വളർത്തൂല. അതിന് ആട്, മാട്, ഒട്ടകങ്ങൾ, ഇതാണ്. പിന്നെ നമ്മുടെ കച്ചവട വിഭവങ്ങൾ, അതെന്തിനാ, അത് വളർത്താനുള്ള സക്കാത്താണ്. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ടോ? ഇപ്പം കച്ചവടത്തിനുള്ള സ്വർണ്ണാണെങ്കിൽ സക്കാത്ത് കൊടുക്കണം. കാരണം എന്താ, അത് വളരുന്ന സ്വത്താണ്. അതേസമയം ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ടോ? സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞവർ പറഞ്ഞ ന്യായം എന്താ? വളർത്താൻ വേണ്ടി വെച്ച, പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്ന സ്വത്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് പറഞ്ഞിട്ടുള്ളത്. അതല്ലാത്തത് വീട്, അടിമ, വാഹനങ്ങൾ, ഇതിലൊന്നും സക്കാത്ത് പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെയാണ് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന സ്വർണവും. അതെന്തല്ല, അത് വളരുന്ന സ്വത്തല്ല. അത് സ്ത്രീൻ്റെ അടുത്ത് 50 പവനം വെച്ചാൽ 50 പവൻ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സക്കാത്തില്ല എന്ന് പണ്ഡിതന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചില പണ്ഡിതന്മാർ അതിനെതിരിൽ പിന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. ഏതായാലും പിന്നെ ഇവിടെ ഈ ഹദീസ് അറിയിക്കുന്നത് പിന്നെ ഈ അടിമക്ക്, അതേപോലെ കുതിരക്ക് ഇതിലൊന്നുമില്ല, സക്കാത്തില്ല എന്നുള്ളത്. ഇനി അടുത്ത ഹദീസ് ബഹ്സിന്റെ ഹദീസല്ലേ. وعن بهز بن حكيم عن أبيه عن جده അല്ലേ. وعن بهز بن حكيم عن أبيه عن جده رضي الله عنهم قال قال رسول الله صلى الله عليه وسلم في كل سائمة إبل في 40 بنت لبون لا تفرق إبل عن حسابها من أعطاها مؤتجرا بها فله أجرها ومن منعها فإنا آخذها وشطر ماله عزمة من عزمات ربنا من عزمات ربنا. عزمات ولا عزمات؟ عزمات. لا يحل لآل محمد منها شيء. طيب ഈ ഹദീസ് ഇത് ആരുടെ നിവേദന? റവാഹു അഹ്മദ് وأبو داود والنسائي والحاكم وصححه وعلق الشافعي القول به على ثبوته. ഈ ഹദീസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ബഹ്സ് ഇബ്നു ഹക്കീം ഇബ്നു മുആവിയ ഇബ്നു ഹൈദ എന്നാണ് റാവി. ബഹ്സ് ഇബ്നു ഹക്കീം ഇബ്നു മുആവിയ ഇബ്നു ഹൈദ. ഈ അംർ ഇബ്നു ശുഐബ് 118 മരിക്കുന്നത്. ഈ ബഹ്സ് മരിക്കുന്നത് 160 ഹിജ്റയുടെ 160. അത് കാലങ്ങൾക്ക് ശേഷം ബഹ്സിന്റെ മരണം. ഇത് 118 അംർ ഇബ്നു ശുഐബ്. താബിഈങ്ങളിൽ നിന്ന് ചെറിയ താബിഈങ്ങളിൽ നിന്നാണ് ഈ ബഹ്സൊക്കെ ഹദീസ് കേൾക്കാൻ ഉണ്ടാക്കിയത്. ഏതായാലും പിന്നെ ഈ ബഹ്സ് ബിനു ഹക്കീം അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ വല്യാപ്പയിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസുകൾക്ക് സ്വീകാര്യമാണോ ഇല്ല എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം കണ്ടോ, സനദ് വളരെ ലോങ്ങാണ്. വളരെ ലോങ്ങാണ്.
പല പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുണ്ട്, മനസ്സിലായി, ഈ പിന്നെ സിൽസിലയിൽ വന്ന ഹദീസുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ബഹ്സ് ബിൻ ഹക്കീം പറയാണ്, ഫീകുല്ലി സായിമത്തി ഇബ്ലിൻ, എന്താ ഫീകുല്ലി സായിമത്തി ഇബ്ലിൻ, എല്ലാ മേഞ്ഞു തിന്നുന്ന ഒട്ടകങ്ങളിലും, ഫി 40 40 എണ്ണത്തിൽ ബിന്തു ലബൂൻ, എന്താ ഒരു ബിന്തു ലബൂനാണ് എന്ത് സക്കാത്ത്. എന്താ ബിന്തു ലബൂൻ? 2 വയസ്സ് കഴിഞ്ഞ് 3ലേക്ക് പ്രവേശിച്ച പെണ്ണൊട്ടകമാണ് സക്കാത്ത്. ഓരോ 40 എണ്ണത്തിലും. ലാ തുഫറഖു ഇബ്ലുൻ അൻ ഹിസാബിഹ, എന്താ ലാ തുഫറഖു ഇബ്ലുൻ അൻ ഹിസാബിഹ, ഒരൊട്ടകവും അതിൻ്റെ കണക്കിൽ നിന്ന് വേർപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ ഒരാളടുത്ത് 40 ഒട്ടകമുണ്ട്, അതിനൊരു 5 എണ്ണം ഇത് കണക്കെടുക്കുന്ന ടൈമിൽ വേറൊരാൾക്ക് കൊടുക്കുക, അത് പാടുള്ളതല്ല. അതാണ് ലാ തുഫറഖു ഇബ്ലുൻ, ഒരൊട്ടകവും വേർപ്പെടുത്താൻ പാടുള്ളതല്ല അൻ ഹിസാബിഹ, സക്കാത്തിന് വേണ്ടിയിട്ട് അതിനെ കണക്ക് കൂട്ടുന്ന സമയത്ത്. ഖലാസ്. മൻ അഅതാഹ, ഒരാൾ സക്കാത്ത് നൽകി, മുഅ്തജിറൻ ബിഹ, അതിൽ അള്ളാഹുവിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്, മൻ അഅതാഹ മുഅ്തജിറൻ ബിഹ, കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ സക്കാത്ത് നൽകിയാൽ ഫലഹു അജ്റുഹ, അവനതിൻ്റെ കൂലി കിട്ടും, സക്കാത്തിൻ്റെ കൂലി കിട്ടും. വമൻ മനഅഹ, വല്ലവരും സക്കാത്ത് തടഞ്ഞു വെച്ചാൽ ഫഇന്ന ആഖിദുഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫഇന്ന ആഖിദുഹ, ആ തടഞ്ഞു വെച്ച സക്കാത്ത് നമ്മൾ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. വശത്ര മാലിഹി, പിന്നെ ഫൈനും ഉണ്ട്, സക്കാത്ത് പിടിച്ചെടുക്കും. പിന്നെയോ വശത്ര മാലിഹി, ഓൻ്റെ സ്വത്തിൻ്റെ പകുതി അത് പിടിച്ചെടുക്കും, ഫൈൻ. ആ ഫൈൻ അസ്മത്തു മിൻ അസമാത്തി റബ്ബിന, എന്താ അസ്മത്തു മിൻ അസമാത്തി റബ്ബിന, നമ്മുടെ റബ്ബിൻ്റെ കടുത്ത തീരുമാനമാണ്. അസ്മത്താണ് അവിടെ ജിദ്ദ എന്ന അർത്ഥത്തിൽ, ഗൗരവപ്പെട്ട തീരുമാനമാണ്. റസൂലുള്ള പറയാണ്, ലാ യഹില്ലു ലി ആലി മുഹമ്മദിൻ മിൻഹാ ഷൈഉൻ, എന്താ ഇതിൻ്റെ അർത്ഥം? ആലി മുഹമ്മദിന് പറഞ്ഞാൽ എന്താ? നബി കുടുംബത്തിന് സക്കാത്തിൽ നിന്ന് ഒന്നും അനുവദനീയമല്ല. നബി കുടുംബത്തിന് സക്കാത്തിൽ നിന്നൊന്നും അനുവദനീയമല്ല. തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല, സ്വീകരിക്കാനും പാടില്ല. അതാണ് ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നബി കുടുംബം. ഇപ്പം ഈ ഹദീസിൽ ഇപ്പം എന്താ വിഷയമുള്ളത്? ഒന്നെന്താ, 40 ഒട്ടകങ്ങൾ മേഞ്ഞു നിന്നാണ് എങ്കിൽ അതിലൊരു ബിന്ദു ലബൂൻ സക്കാത്ത് കൊടുക്കണം, അല്ലേ? പിന്നെന്താ പറഞ്ഞത്? സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് കണക്കെടുക്കുമ്പോൾ ഒട്ടകങ്ങളെ ആ സക്കാത്തിൽ നിന്ന് പേടിച്ചിട്ട് വേർപ്പെടുത്താൻ പാടുള്ളതല്ല. പിന്നെന്താ, മൻ അഅതാഹ മുഅ്തജിറൻ ബിഹാ ഫലഹു അജ്റുഹ, അള്ളാൻ്റെ കൂലി മോഹിച്ചിട്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാൻ്റെ കൂലി ലഭിക്കും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അള്ളാൻ്റെ കൂലി മോഹിച്ചിട്ട് സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ ഒരു വ്യക്തി സക്കാത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഉബയ്യ് ഇബ്നു കഅബിൽ എന്നുള്ള ഹദീസിൽ സക്കാത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. അപ്പോൾ ഉബയ്യാണ് വന്നത്, ഉബയ്യ് ഇബ്നു കഅബ്. അപ്പോൾ പറയാണ് ബിന്ദു മഖാദാണ്, 30 ഒട്ടകേ ഉള്ളൂ. അപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ പെണ്ണകത്തിന് കൊണ്ടുപോകാൻ പറയാണ്. അപ്പോൾ പിന്നെ അയാൾ സക്കാത്ത് കൊടുക്കേണ്ട ആൾ പറയാണ്, പെണ്ണൊട്ടക കുട്ടീനെ കൊണ്ടുപോയിട്ട്, ഒരു വയസ്സ് കഴിഞ്ഞ ഒട്ടക കുട്ടീനെ കൊണ്ടുപോയിട്ട് പാല് ഇറക്കാനും പറ്റൂല, അതിൻ്റെ പുറത്ത് കയറി സഞ്ചരിക്കാനും പറ്റൂല. ലാ ബഹ്റു യുർകബ് വലാ ദിർഉ യുഹ്ലബ്. അതുകൊണ്ട് വലിയൊരു ഒട്ടകത്തിനെ കൊണ്ടുപോകാൻ പറയാണ്. വലിയൊരു ഒട്ടകം, ചെറിയത് കൊണ്ടാണ്, വലിയത് കൊണ്ടുപോയിക്കോളെ. അപ്പോൾ പിരിക്കാൻ പോയ ഉബയ്യ് പറയാണ്, എനിക്ക് റസൂലുള്ള പറഞ്ഞല്ലാതെ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? റസൂലുള്ള നിങ്ങളുടെ ഒട്ടകങ്ങൾ 30 എണ്ണമാണ്, അതിന് ഒരു വയസ്സ് കഴിഞ്ഞ ഒട്ടക കുട്ടീനെ കൊണ്ടുപോകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അയാൾ പറയാണ് അത് പറ്റൂല, വലിയതിനെ കൊണ്ടുപോകാൻ പറയാണ്, വലിയത് കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ എന്നാൽ റസൂലുള്ളാഹിനോട് വന്നിട്ട് നേരിട്ട് പറയാൻ പറയാം. അങ്ങനെ ഉബയ്യ് പറയണം, അയാൾ നേരിട്ട് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഇതിനെ ചെറിയ ഒട്ടകത്തിനെ പിടിക്കണം, വലിയതിനെ പിടിച്ചോളി. എന്നിട്ട് വലിയൊരു ഒട്ടകത്തിനെ കാണിച്ചിട്ട് പറയണേ, ഇതിനെ പിടിച്ചുകൊണ്ടിരാൻ പറ്റിയ ആളാരാധിയുള്ളതെന്ന് സഹാബികളോട് ആൾ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള പറയുന്നത് അതിനെ പിടിച്ചാൻ പറ്റിയ ആളുകളെ കാണിച്ചു കൊടുക്കണം. കാരണം ചില ഒട്ടകങ്ങൾ ഭയങ്കര തണ്ടും തടിയുമായിരിക്കും, ഭയങ്കര ഇതായിരിക്കും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തു. കാരണം എന്താ, അയാൾ അള്ളാഹുവിൻ്റെ കൂലി മോഹിച്ചിട്ടാണ് ആ വർത്താനമൊക്കെ പറഞ്ഞത്, മനസ്സിലായി. പിൽക്കാലത്തും അയാൾ ജീവിച്ചു, വീണ്ടും കുറേ കാലം ജീവിച്ചു. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ അയാളുടെ സക്കാത്ത് പിരിക്കാൻ പോയ ചരിത്രം കാണാൻ സാധിക്കും. അന്ന് അയാൾ സക്കാത്ത് കൊടുത്ത് എത്ര എന്നറിയോ? 30 ഹിക്ക. 30 ഹിക്ക നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ? മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്ത് 30 ഹിക്കയാണ് അയാൾ സക്കാത്ത് കൊടുത്തത്. സക്കാത്ത് കൊടുത്തത്
സക്കാത്ത് കൊടുക്കേണ്ട സ്വത്തല്ല. പിന്നെയോ സക്കാത്ത് അയാളുടെ സ്വത്തിൽ നിന്ന് 30 ഹിക്കാണ്. 30 ഹിക്ക എന്ന് പറഞ്ഞാൽ അത്ര 60 ഒട്ടകം ഒരാൾക്ക് ഉണ്ടായാണെന്ത് 40 മുതൽ 60 വരെ ഒട്ടകങ്ങൾക്കാണ് ഒരു ഹിക്ക. 46 മുതൽ 60 വരെ ഒട്ടകങ്ങൾക്കാണ് ഒരു ഹിക്ക. മനസ്സിലല്ലേ? അപ്പം 30 ഹിക്ക കൊടുക്കണമെങ്കിൽ എത്ര ഒട്ടകം ഉണ്ടാവും? 1500 ഒട്ടകങ്ങൾ എന്നാണ്. 1500 ഒട്ടകങ്ങൾ ഉള്ള ഒരാൾ 30 ഹിക്ക സക്കാത്ത് കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പിന്നെ ഇബിൻ ലബൂനീട് കൊടുക്കാൻ 30 ഹിക്കയും പിന്നെ ഒരു ഇബിൻ ലബൂനും. എന്തിന്? ഈ 30 ഒട്ടകങ്ങളെ സക്കാത്തായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പുറം കയറാൻ ആണ് വേണ്ടേ? അവർ ആണിനും കൂടി കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ആ ആണിനെയും കൊടുത്തു എന്നാണ്. മനസ്സിലായല്ലേ? അല്ലാഹു അക്ബർ. അതാണ് ഫമൻ അതാഹ മുഅ്തജിറൻ ബിഹാ ഫലഹു അജ്റുഹാ വമൻ മനഅഹ. സക്കാത്ത് കൊടുക്കാതെ ആളുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ പറയാണ് ഫഇന്ന ആഖിദുഹ, നമ്മൾ അയാളുടെ ആ സക്കാത്ത് പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും. വശത്ര മാലിഹി, അയാളുടെ സ്വത്തിൻ്റെ പകുതി കണ്ടുകെട്ടും ചെയ്യും. അസ്മത ബിൻ അസ്മാത്തി റബ്ബിന, അത് റബ്ബിൻ്റെ ഒരു കടുത്ത നിലപാടാണ്, തീരുമാനം. ഇതാണ് ഇതിൻ്റെ വിഷയം. ഈ ശത്ര മാലിഹി ഉണ്ടല്ലോ, ഈ ശത്ര മാല എന്താണ്? ഫൈനാണ്. ശിക്ഷയായിട്ട് കാശ് ഈടാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വലിയൊരു മസലയാണ്. ഇപ്പോൾ ഈ ആധുനിക സംവിധാനങ്ങളിലൊക്കെ ഫൈനുകളുണ്ട്. മനസ്സിലായി? ഫൈനുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ അതേപോലെ തന്നെ മറ്റു നിയമങ്ങളൊക്കെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ വീഴ്ച വരണമെങ്കിൽ ഫൈനാണ്, പൈസയാണ് ഈടാക്കുക. അപ്പോൾ ഫൈനായിട്ട് ഇനി തഅസീർ എന്നാ പറയുക. ആ ശിക്ഷയ്ക്ക് തഅസീർ എന്ന് പറയും. തഅസീർ ബിൽമാൽ, കാശ് കൊണ്ട് ഉള്ള ശിക്ഷ. ഈ ശിക്ഷ പറ്റുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 4 ഇമാംമാർ അബൂ ഹനീഫ, ഷാഫിഈ, മാലിക്, അഹ്മദ് ബിൻ ഹംബൽ ഇവരൊക്കെ അഭിപ്രായം ഒരിക്കലും സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, പൈസ ഈടാക്കിയിട്ട് ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പൈസ ഈടാക്കിയിട്ട് ശിക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ പ്രാമാണികരായ പല പണ്ഡിതന്മാർ ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം പോലുള്ളവരൊക്കെ പറഞ്ഞത് ഫൈനായിട്ടും എന്ത് ചെയ്യുക, ശിക്ഷ ഈടാക്കാം. അതിന് തെളിവിതാ വശത്തറ മാലിഹി. അതേപോലെ മറ്റൊന്ന് തെളിവാണ്. ഇപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഈ പിന്നെ മദ്യത്തിൻ്റെ ചഷകങ്ങൾ ഉടച്ചില്ലേ, കലങ്ങൾ ഉടച്ചില്ലേ, ഇതൊക്കെ സാമ്പത്തികമായിട്ട് ഒരാൾക്ക് പിന്നെ ശിക്ഷ നൽകലാണ്. അതേപോലെ മസ്ജിദുൽ ദിറാർ പൊളിച്ചില്ലേ, മസ്ജിദുൽ ദിറാർ പള്ളി പൊളിക്കുകയല്ല ചെയ്തത്, സാമ്പത്തികമായിട്ട് പിന്നെ നഷ്ടം വരുത്താണ് ചെയ്തത്. അപ്പം അങ്ങനത്തെ ഫൈനുള്ള ശിക്ഷ അത് ഇസ്ലാമികമാണ് എന്ന് പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതാണ് ശരിയായ അഭിപ്രായം. ഏതായാലും പിന്നെ ഇവിടെ ഈ ശത്രമാലിഹി എന്നുള്ള ഈ ഇതുണ്ടല്ലോ, ഈ ഹദീസിൻ്റെ പ്രയോഗം, ഇത് ഫൈനിന് തെളിവാണ്. പക്ഷേ ഈ ഹദീസ്, ഈ ബഹസ് ഇബ്നു ഹക്കീം ഇബ്നു മുആവിയ ഇബ്നു ഹൈദയുടെ ഹദീസ്, അത് സ്ഥിരപ്പെട്ടതാണോ ഇല്ലേ എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം. ഹദീസിനെ പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ സനദ് വായിച്ചു നോക്കുകയാണെങ്കിൽ ആരൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത്? റവാഹു അഹ്മദ് വ അബൂ ദാവൂദ് വൻ നസായി വസഹഹു വൽ ഹാക്കിം, അല്ലേ? വൽ ഹാക്കിം വസഹഹു, ഇമാം ഹാക്കിം അതിനെ സഹിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ? വഅല്ലക ശാഫിഈ ഖൗലഹു അലാ അൽ ഖൗല ബിഹി അലാ സുബൂതിഹി. അതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക്. വഅല്ലക ശാഫിഈ അൽ ഖൗല ബിഹി, ഈ ഹദീസ് അനുസരിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനം അത് ഇമാം ഷാഫിഈ എന്ത് ചെയ്തു? ബന്ധിപ്പിച്ചു. അലാ സുബൂതിഹി, ഇത് സഹീഹാണോ ഇല്ലേ, സ്ഥിരപ്പെട്ടതാണോ ഇല്ലേ എന്നതിനനുസരിച്ച്. എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണെങ്കിൽ, ബഹസ് ബിൻ ഹക്കീമിൻ്റെ ഈ ഹദീസ് സഹിയായി സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ ഇമാം ഷാഫിൻ്റെ അഭിപ്രായം എന്താണ്? ഈ ഹദീസിൽ വന്നതാണ്. ഇത് സഹി അല്ലെങ്കിലോ ഈ അഭിപ്രായം ആർക്കില്ല? ഇമാം ഷാഫിക്കില്ല. നോക്കി, അതായത് ഇമാം ഷാഫി പറയാണ്, അതാണ് വഅല്ലക ശാഫിഈ അൽ ഖൗല ബിഹി, ഈ ഹദീസിൽ വന്ന കാര്യങ്ങളുണ്ടല്ലോ അത് പറയൽ ഇമാം ഷാഫി ബന്ധിപ്പിച്ചു. ഏതിനോട് ബന്ധിപ്പിച്ചു? അലാ സുബൂതിഹി, ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണോ അല്ലേ എന്നതിനനുസരിച്ച്. എന്ന് പറഞ്ഞാൽ ബഹസ് ബിൻ ഹക്കീമിൻ്റെ ഹദീസ് ഈ വിഷയത്തിൽ സഹിഹായി വന്നിട്ടുണ്ടെങ്കിൽ ഇമാം ഷാഫി പറയാണ് ഞാൻ അഭിപ്രായക്കാരനാണ്. സഹി അല്ലെങ്കിലോ എനിക്ക് ഈ അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. അത് ഇമാം ഷാഫിൻ്റെ ഒക്കെ നിലവാരമാണ് അറിയുന്നത് വൈജ്ഞാനികമായി. അതേപോലെ തന്നെ തെളിവ് എവിടെയാണ് അവിടെയാണ് ഞാനുള്ളത് എന്നതാണ് ഇമാം ഷാഫിൻ്റെ നിലപാട്. ഇതാ സഹൽ ഹദീസ് ഫഹുവ
മദ്ഹബി. ഹദീസ് സഹിയായി വന്നോ അഭിപ്രായക്കാരനാണ് ഞാൻ, അല്ലേ ഞാൻ അഭിപ്രായക്കാരനല്ല. അത് പറയാൻ കാരണം ഈ സനദാണ്. ഇമാം ഷാഫി അത് പറയാൻ കാരണം എന്താ? ഈ സനദാണ്. കാരണം ഈ ബഹ്സ് ബിൻ ഹക്കീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സ്ഥിരപ്പെട്ട റാവിയാണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കാരണത്താൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് സഹിയായി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഭിപ്രായക്കാരനാണ്, അതില്ല എങ്കിൽ എനിക്ക് ഈ ഹദീസിൽ വന്ന പിന്നെ ഈ ഇതിൽ വന്ന വിധികൾ എനിക്കെന്തില്ല, അത് അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. ഖലാസ്.